പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രി ദേശീയമായി കടന്നനുസരിച്ച് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. എന്നെ സെഞ്ചു എന്നുള്ള പാട്ടോട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. முக்கியமான சத்தியம்னு சொல்ல போற எங்களுக்கு நல்லது நடந்த முக்கிய சம்பவமே. காதுக்கு இனிமையான பாட்ட தான் பாட போற மனசு பட்டா பூச்சியே. யாரு நினையாத எங்கள மனசில் வச்சாரே, அழகா நெஞ்சில தூக்கி வச்சாரே. ஒதுக்குன என்ன தான் தேடி வந்தாரே, அழைச்சு அப்பன்னு சொல்லு சொன்னாரே. ஞானம் நல்லவன் தான் என்று எனக்கு புரிய வச்சாரே. எங்களுக்கு நல்லது 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 என்று எல்லாம் செஞ்சாரே. யாரும் மதிக்காத எங்களை மனசில் வச்சாரே, அழகா நெஞ்சில தூக்கி வச்சாரே. இப்ப இழக்கம் ஒன்றும் இல்லை, என்ன சந்தோஷம் இப்ப ஏசி எனக்குள்ள. ஐயோ என்ன செஞ்சோம் என்ன செஞ்சோம் என்ன புண்ணியம், நாங்க எல்லாம் செஞ்சோம் ஒன்றும் இல்லை நீரே புண்ணியம். ஐயோ என்ன செஞ்சோம் என்ன செஞ்சோம் என்ன புண்ணியம், நாங்க எல்லாம் செஞ்சோம் ஒன்றும் இல்லை நீரே புண்ணியம். Disconnected. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്നേഹദിന പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അതിരാവിലെ തിരുസന്നിധിയിൽ രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ജീവിതത്തിൽ ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് തെരുവിൽ
കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ സാക്ഷിയായി പോകുവാൻ കർത്താവ് കുടുംബമായി അവസരം നൽകി. ചില ഗ്രാമങ്ങളിൽ ചില പ്രിയപ്പെട്ടവരെ നേരിൽ കണ്ട് അവരോട് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുവാൻ കർത്താവ് കൃപ ചെയ്തു. എല്ലാത്തിനും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധി രാത്രി കൂട്ടായ്മയിലൂടെ ലോകത്തിന്റെ എന്നെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും നിർത്തിയ അവിടുത്തെ വലിയ കൃപയെ ഓർത്ത് ഒരിക്കൽ കൂടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഇരുന്നവരും ഇരിക്കുന്നവരും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവരുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രി ദൈവം ഫലമേൽപ്പിച്ച ദൈവിക വചനം പങ്കുവച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് രാത്രി നാം ഒരുമിച്ച് ഈ ലൈവിൽ കൂടി വന്നിരിക്കുന്നത് സാധാരണമായ ഒരു ശുശ്രൂഷയ്ക്കല്ല. പലരുടെയും മുഖത്ത് പുഞ്ചിരി ഉണ്ടാകാം, പക്ഷേ ഹൃദയത്തിനകത്ത് ഭാരമാണ്. ഹല്ലേലൂയ, ഭാരമുണ്ട്. ചിലർ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ കരയുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉള്ളിൽ ആമേൻ പൊട്ടി കരയുന്നവരാണ്. ആമേൻ, അവിടെയാണ് ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് ഇടപെടുവാൻ പോകുന്നത്. ആമേൻ, ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവേ എപ്പോഴും സന്തോഷിപ്പി ഹല്ലേലൂയ എന്ന് ആമേൻ തിരുവെഴുത്ത് പറയുമ്പോൾ ഇത് സാഹചര്യങ്ങൾ എല്ലാം ശരിയായപ്പോൾ പറയുന്ന ഒരു വചനമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ജയിലിലിരുന്ന് ആമേൻ കൈ കെട്ടപ്പെട്ട അവസ്ഥയിൽ ആമേൻ ഭാവി അനിശ്ചിതമായിരുന്നപ്പോ ഹല്ലേലൂയ പൗലോസ് ആത്മനിയോഗത്തോടെ എഴുതിയ വചനമാണ്. ഹല്ലേലൂയ. അതിനർത്ഥം ഇതാണ്, സന്തോഷം ഒരു അനുഭവമല്ല, ആമേൻ, സന്തോഷം ഒരു തീരുമാനമാണ്. ഹല്ലേലൂയ. ആമേൻ, ഇന്ന് രാത്രി നിന്റെ കണ്ണുനീർ ഹല്ലേലൂയ ധാരയായി ഒഴുകുന്ന അനുഭവം നിനക്കുണ്ടെങ്കിലും ഹല്ലേലൂയ നിന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ പോരാട്ടം തുടരുകയാണെങ്കിലും ആമേൻ, ഇന്ന് രാത്രി ദൈവത്തിന് നിന്നോട് പറയുവാൻ ഉള്ളത് ആമേൻ സാഹചര്യത്തിലല്ല, ആമേൻ എന്നിലത്രേ സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പലരുടെയും സിറ്റുവേഷൻസ്, പലരുടെയും സാഹചര്യം ആമേൻ സന്തോഷിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ ഏത് സാഹചര്യമായിരുന്നാലും ഏത് സിറ്റുവേഷൻ ആയിരുന്നാലും ആമേൻ ഒരു ഭക്തനെ സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ആമേൻ കർത്താവിലാണ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ ആമേൻ ഇന്ന് രാത്രി ആമേൻ ചിലരുടെ ഭാരം മാറുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അകത്തെ ആമേൻ ആ ദുഃഖം ആമേൻ ലഘൂകരിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ ചിലരുടെ വിശ്വാസം പുതുക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ ആത്മാവ് ഇന്ന് രാത്രി ചിലത് ചെയ്യുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ അതെ, ഇന്ന് രാത്രി ആ ദൈവിക സമാധാനം കൊണ്ട്, ദൈവിക സന്തോഷം കൊണ്ട് ചിലരെ ദൈവം നിറയ്ക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് ആമേൻ നമ്മോട് സംസാരിപ്പാൻ ഇടയാകട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി മഴ പോലെ മാരി പോലെ ആമേൻ ചില ഭവനങ്ങൾക്കകത്ത് പെയ്തിറങ്ങുവാൻ പോകുകയാണ്. ചില വ്യക്തി ജീവിതങ്ങളിൽ അത് പെയ്തിറങ്ങുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ ലോകം
നൽകാത്ത സമാധാനം, ഈ ലോകം നൽകാത്ത സന്തോഷം, ഈ ലോകം നൽകാത്ത ആമേൻ വിടുതൽ, ആമേൻ ഈ ലോകത്തിൽ ലഭ്യമാകാത്ത ആമേൻ ദൈവിക നന്മകൾ, ദൈവിക അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രി ആമേൻ സ്വർഗം ചിലരുടെ മേൽ അയക്കുവാൻ പോകുകയാണ്. ചില രോഗികൾ സൗഖ്യമാകുവാൻ പോകുകയാണ്. ചില പാപികൾ മനം തിരിയുവാൻ പോകുകയാണ്. ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ പോകുകയാണ്. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഹല്ലേലൂയ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ പോകുകയാണ്. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എല്ലാ ഉള്ളങ്ങളിലും പരിവർത്തിക്കുവാൻ പോകുകയാണ്. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവവചനത്തിന്റെ ആ ശക്തി ഇന്ന് രാത്രി ചിലരുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് ശക്തമായി വ്യക്തമായി അതേ സംസാരിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ശബബബബബബരികബല ശാന്തിരേഖി ജൂഡബനഗദനഗദനഗ സന്തരാദരാദികൾ കബനഗ ഹല്ലേലൂയ നികബബബബബ. ആമേൻ 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 ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഓ നന്ദി യേശുവേ. ആരാധന ആരാധന ആരാധന. ഓ ശബനഗദനഗദനഗദനഗ സന്തരാദരാദികൾ കബനഗ. എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആമേൻ അനുഗ്രഹം. ആമേൻ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ ദൈവിക ആമേൻ ആമേൻ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകുന്നതിനായി ആമേൻ പ്രിയ ശബ്ദമുയർത്തി ആമേൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 പരിശുദ്ധനായ ദൈവമേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. രാത്രികാലത്ത് ലൈവ് അനുഗ്രഹമായി കർത്താവേ ഇടയാക്കണമേ. പ്രാർത്ഥന പരിശുദ്ധ വലിയ സാന്നിധ്യം അവിടെ പറഞ്ഞവേ പ്രാർത്ഥന ലൈവ് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കണമേ പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത സമാധാനം കൊടുക്കണമേ, സന്തോഷമില്ലാത്ത സന്തോഷം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ രാത്രികാലത്ത് ലൈവ് കർത്താവേ നീ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം കൂടുതൽ സൗഖ്യം സന്തോഷവും സമാധാനവുമായി കർത്താവേ ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. ദാസനോട്ട് കത്തിലേൽപ്പിക്കുന്നു. കർത്താവേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തമായി അങ്ങ് ഉപയോഗിക്കണമേ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അവിടെ പകരണമേ പ്രാർത്ഥിക്കുന്നു. കാലം കർത്താവേ ഓരോ വ്യക്തികളെ അവിടുത്തെ കത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സാധ്യത ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കണം. അവിടുത്തെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ അക്കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആ സ്തുതികളിൽ മേൽ വസിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആമേൻ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് ധ്യാനിക്കാനായി നൽകിയിരിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ആമേൻ അത് ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ ആ സന്തോഷം ആമേൻ അനുഭവിക്കാൻ കഴിയാതെ ആമേൻ ശാരീരികമായി മാനസികമായി ആമേൻ ഭൗതികമായി ആമേൻ ഞെരുക്കുന്ന അനുഭവത്തിൽ നിന്ന് ആ ബന്ധനത്തിനകത്ത് നിന്ന് ആമേൻ സ്വർഗം ഇന്ന് രാത്രി ആമേൻ ചിലരെ വിടുവിക്കുവാൻ തക്കവണ്ണമിടയാണ്, ചിലരെ പുറത്തെടുക്കുവാൻ ഇടയാണ്. ഹല്ലേലൂയ. നാളുകളായി ഒന്ന് സന്തോഷിച്ചിട്ട് നാളുകളായി ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് ആമേൻ ഇന്ന് രാത്രി ആമേൻ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നിന്നെ ആമേൻ ബലപ്പെടുത്തുന്ന ശക്തി വിളിക്കുന്ന ദൈവം, ആമേൻ സന്തോഷിക്കുവാൻ തക്കവണ്ണം നിന്നെ ഇടയാക്കുന്ന ദൈവം. ഹല്ലേലൂയ. വായിച്ചാട്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയും. സന്തോഷിപ്പീൻ. ആമേൻ. ഹല്ലേലൂയ എന്ന് വീണ്ടും ഞാൻ പറയുന്നു. ഹല്ലേലൂയ. വീണ്ടും പറയുക, സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. എങ്ങനെ സന്തോഷിക്കണം? കർത്താവിൽ. എപ്പോഴൊക്കെ? എപ്പോഴും സന്തോഷിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതേ സാഹചര്യങ്ങളെ മറികടക്കുന്ന ഒരു ദൈവീക സന്തോഷത്തിലേക്ക് ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് നയിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സന്തോഷം വളരെ കുറവായ ഒരു കാലഘട്ടത്തിലാണ്.
പണമുണ്ടെങ്കിലും സന്തോഷമില്ല. ആമേൻ. ഇന്ന് ലോകത്തിൽ ആമേൻ ധാരാളം ആളുകളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷേ അവർക്ക് സന്തോഷമില്ല. ആമേൻ. ചിലര് പറയുന്നത് പണമുണ്ടെങ്കിൽ സന്തോഷിക്കാമെന്ന. ഹല്ലേലൂയ. ആമേൻ. പണമുണ്ടെങ്കിലും ആമേൻ സന്തോഷമില്ല. ആമേൻ. ബന്ധങ്ങളുണ്ടെങ്കിലും സമാധാനമില്ല. കാരണം ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതെ, വിജയമുണ്ടെങ്കിലും ഉള്ളിൽ ശൂന്യതയാണ്. പ്രൈസ് ദി ലോർഡ്. പല മേഖലകളിലും വിജയമുണ്ട്, പല മേഖലകളിലും ജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ജീവിതത്തിൽ ആമേൻ ശൂന്യത അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി ദൈവം നമ്മോട് പറയുന്നു, ഒരു ശക്തമായ ദൂത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. പ്രിയരെ, ഇതൊരു ഉപദേശമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ പശ്ചാത്തലം നാം ശ്രദ്ധിക്കുമ്പോൾ, ഈ വചനം എഴുതിയ സമയം, ഈ വചനം എഴുതിയ സാഹചര്യം, ആമേൻ, പൗലോസ് ആമേൻ ഒരു ജയിലിൽ ആയിരിക്കുന്ന സമയമായിരുന്നുവെന്ന് ആമേൻ അതേ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇത് എഴുതിയ സമയം, ആമേൻ, സ്ഥലം, ആമേൻ, ജയിലിൽ ആയിരിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഒരു ബന്ധനത്തിലായിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ആമേൻ, അനിശ്ചിതമായ ഭാവിയോടെ, ആമേൻ, നാളെ എന്ത് എങ്ങനെ എന്ന നിലയിൽ ആശങ്കയിൽ ആയിരിക്കുന്ന സമയത്താണ് ആമേൻ ഈ വചനം എഴുതുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഇത് എഴുതുന്ന പൗലോസ് പറയുകയാണ്, ആമേൻ, കരയുവീൻ, ഭയപ്പെടുവീൻ എന്നല്ല. ആമേൻ, ഞാൻ ബന്ധനത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് കരയുവീൻ, ഞാൻ ഈ സാഹചര്യത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് ആമേൻ അതെ കരയുവീൻ, അതെ ഞാൻ ആയിരിക്കുന്ന സ്ഥലം ഇങ്ങനെ ആയതുകൊണ്ട് ഭയപ്പെടുവീൻ എന്നല്ല. പിന്നെന്താ? ആമേൻ, പൗലോസ് പറയുന്നത്, ആമേൻ, ഞാൻ ബന്ധനത്തിലായിരിക്കുമ്പോഴും, ആമേൻ, ഞാൻ ഹല്ലേലൂയ അതെ അനിശ്ചിതമായ ഭാവിയുടെ മുമ്പിലായിരിക്കുമ്പോഴും, ആമേൻ, ഞാൻ ജയിലിലായിരിക്കുമ്പോഴും കരയുവാനല്ല, ഭയപ്പെടുവാനല്ല, പിന്നെയോ സന്തോഷിപ്പീൻ എന്ന. ആമേൻ. ഹല്ലേലൂയ. ഇതെല്ലാവർക്കും എഴുതുവാൻ ഒക്കത്തില്ലെന്ന്, ഇതെല്ലാവർക്കും പറയാൻ പറ്റത്തില്ലെന്ന്. ആമേൻ. ജയിലിൽ കഴിയുമ്പോഴും മുമ്പിൽ ആയിരിക്കുമ്പോഴും ആത്മനിറവിൽ ആയിരിക്കുന്നവന് മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തേനെ? ഹല്ലേലൂയ, കരഞ്ഞേനെ അല്ലേ? ഹല്ലേലൂയ. നാളെ എന്ത് സംഭവിക്കാം? ഭയപ്പെടുവല്ലേ? ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, ഹല്ലേലൂയ, സന്തോഷം സാഹചര്യത്തിന്റെ ഫലമല്ല. പ്രൈസ് ദി ലോർഡ്. സന്തോഷം കർത്താവുമായുള്ള ബന്ധത്തിന്റെ ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യം മോശമാണ്. ആമേൻ. സാഹചര്യം അനുകൂലമല്ല. കരയുവാനല്ലാതെ, ഭയപ്പെടുവാനല്ലാതെ സാഹചര്യം അനുവദിക്കുന്നില്ല. പക്ഷേ സാഹചര്യം അനുവദീനമല്ലെങ്കിലും കരയാതെ ഭയപ്പെടാതെ സന്തോഷിപ്പാൻ കാരണമായത്, ആമേൻ, സന്തോഷം സാഹചര്യത്തിന്റെ ഫലമല്ല, സന്തോഷം കർത്താവുമായുള്ള ബന്ധത്തിന്റെ ഫലമാണ്. ഇന്ന് രാത്രി സാഹചര്യം എന്ത് തന്നെ ആയാലും സാഹചര്യത്തിനകത്ത് സന്തോഷിക്കുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നീ ഒതുങ്ങിപ്പോകുവാൻ ദുഷ്ടപിശാച് നിനക്കെതിരെ പദ്ധതി ഒരുക്കുമ്പോൾ സാഹചര്യത്തിന്റെ അനുഭവത്തിലല്ല, ആ സാഹചര്യത്തിന്റെ അകത്തും കർത്താവുമായുള്ള ബന്ധത്തിന്റെ ഫലം അതെ സന്തോഷമാണ്. ഹല്ലേലൂയ. ആമേൻ. സന്തോഷം നഷ്ടപ്പെടുന്ന അനേക മനുഷ്യർ ഇന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷം നഷ്ടപ്പെടുന്ന ഇന്നത്തെ മനുഷ്യർ, ആമേൻ, ഇന്ന് പലരും പറയുന്ന വാക്കുകൾ എന്താണെന്നറിയോ? എനിക്ക് സന്തോഷമില്ല. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് എന്തില്ല?
സന്തോഷമില്ല. ആമേൻ. മനസ്സ് തളർന്നിരിക്കുന്നു, എല്ലാം ഭാരമാണ്, ജീവിതം മടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ആമേൻ ബഹുഭൂരിപക്ഷം ആളുകളും ആമേൻ പറഞ്ഞുകൊണ്ട് ആമേൻ സമയം ആമേൻ നഷ്ടപ്പെടുത്തുകയാണ്. എനിക്ക് സന്തോഷമില്ല, ആമേൻ, മനസ്സ് തളർന്നിരിക്കുന്നു, എല്ലാം ഭാരമാണ്, ആമേൻ, ജീവിതം മടുത്തു. കാരണം എന്താണ് കാരണം? സന്തോഷം, ആമേൻ, ഈ പറയുന്നവരെ സംബന്ധിച്ചാ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. സന്തോഷം അവര് മനുഷ്യരിലാണ് ആമേൻ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ സാഹചര്യങ്ങളിലാണ് ആമേൻ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. വിജയങ്ങളിലാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സാഹചര്യങ്ങൾ മാറുമ്പോൾ, ആമേൻ, തോൽവി ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, മനുഷ്യർ ആമേൻ മാറുമ്പോൾ, ഹല്ലേലൂയ, സന്തോഷവും മാറിപ്പോയി. ഞാൻ പറയുന്ന കാര്യം എത്ര പേർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. എല്ലാം ഭാരമാണ്, ജീവിതം മടുത്തു, ആമേൻ, മനസ്സ് തളർന്നിരിക്കുന്നു, എനിക്ക് സന്തോഷമില്ല എന്ന് ഇന്ന് അനേകരും പറയുക. അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയാമോ? അവർ സന്തോഷം മനുഷ്യരിലാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ സന്തോഷം സാഹചര്യങ്ങളിലാണ്, ഹല്ലേലൂയ, അവർ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. അതെ, വിജയങ്ങളിൽ അവർ ആമേൻ സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം മാറുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, അവർ ഹല്ലേലൂയ കരയാൻ തുടങ്ങും, ദുഃഖിക്കാൻ തുടങ്ങും, നിരാശപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സാഹചര്യം മാറിയാലും, ആളുകൾ മാറിപ്പോയാലും, ഹല്ലേലൂയ, പരാജയങ്ങൾ സംഭവിച്ചാലും, ആമേൻ, ദുഃഖിക്കേണ്ട, കരയണ്ട, ആമേൻ, സന്തോഷിക്കുവാൻ കഴിയണം. അതെങ്ങനെയാ? കർത്താവിൽ ആമേൻ സന്തോഷിപ്പി എന്നല്ലേ വചനം പറയുന്നത്. കർത്താവിൽ എന്ന വാക്കിന്റെ ആത്മീയ അർത്ഥം, ഹല്ലേലൂയ, ആമേൻ, കർത്താവിൽ എന്നത് വളരെ ആഴമുള്ള വാക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശനായി നാളെ എങ്ങനെ ഏത് നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും അത് ചിന്തിക്കുന്നോറും ഭയമാണ്. കാരണം വാടകയ്ക്ക് കൊടുക്കണ്ടേ, കാര്യങ്ങൾ നടത്തണ്ടേ, ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയല്ലേ, കണക്കൂട്ടലുകളെല്ലാം തെറ്റി. അപ്പൊ നാളത്തെ പകല് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയത്തില്ല, കടക്കാര് വന്ന് പ്രശ്നമുണ്ടാക്കും, ഭയം. ഹല്ലേലൂയ. നോക്കണേ, കർത്താവ്, ആമേൻ, ആമേൻ, കർത്താവേ, നിന്റെ വാക്കിന് ഞാൻ എന്ത് ചെയ്യാം? വല ഇറക്കാം. ഹല്ലേലൂയ, ആമേൻ. സാഹചര്യം, സിറ്റുവേഷൻസ്, ആമേൻ, ഒന്നും അനുകൂലമല്ല, എല്ലാം നിരാശയും ഭയവും കൊണ്ടുവരുന്നതാ. എന്നാൽ ആ സാഹചര്യമല്ല, ആമേൻ, ആ സമയത്ത് കർത്താവിന്റെ സാന്നിധ്യം അവിടെ അനുഭവിപ്പാൻ ഇടയായി തീർന്ന പത്രോസ് കർത്താവിന്റെ വാക്കിന് ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ ആ സാഹചര്യം മാറി മറിഞ്ഞു കേട്ടോ. ഇന്ന് രാത്രി നിന്റെ സന്തോഷം കവർന്നെടുക്കുന്ന, നിന്റെ ആനന്ദം കവർന്നെടുക്കുന്ന സിറ്റുവേഷൻ എന്തുമായിക്കോട്ടെ, രോഗമാകാം, ശാരീരിക ബലഹീനതയാകാം, ആമേൻ, സാമ്പത്തികമായ, ആമേൻ, പരാധീനമാകാം, എന്തുമാകട്ടെ, ആമേൻ, അത് നിമിത്തം, ആമേൻ, നിന്റെ സന്തോഷത്തെ കവർന്നെടുക്കുവാൻ, നിന്നെ ഭയത്തിൽ ഇരുത്തുവാൻ നോക്കുന്ന, ആമേൻ, ദുഷ്ടന്റെ പദ്ധതിയെ പൊളിച്ച് ആ സാഹചര്യത്തിലും, ആമേൻ, കർത്താവുമായിട്ടൊരു അഭേദ്യ ബന്ധം, ആമേൻ, നിനക്കുണ്ടെങ്കിൽ, ആമേൻ, അതെ, നീ ആയിരിക്കുന്ന സിറ്റുവേഷനകത്ത്, ആമേൻ, സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അതേ വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എന്നത് വളരെ ആഴമുള്ള വാക്കാണ്. അത് പറയുന്നത് കർത്താവ് മാറുന്നില്ല. ഹല്ലേലൂയ. ആകാശം മാറും, ഭൂമി മാറും, ഇന്ന് കാണുന്ന മനുഷ്യരെല്ലാം മാറും, നമ്മുടെ ആരോഗ്യമൊക്കെ മാറി മറിയും. പക്ഷേ കർത്താവിന് മാറ്റമില്ല. അവന്റെ സ്നേഹം മാറുന്നില്ല,
അവന്റെ വിശ്വസ്തത മാറുന്നില്ല. Praise the Lord. Hallelujah. കർത്താവ് മാറുന്നില്ല. മാറും മനുജരെല്ലാം മൺമറഞ്ഞിടും, മധുരവാക്കു പറഞ്ഞവരോ മറന്നുപോയിടും. മാറും മനുജരെല്ലാം മൺമറഞ്ഞിടും, മധുരവാക്കു പറഞ്ഞവരോ മറന്നുപോയിടും. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് മാറുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. അവന്റെ സ്നേഹം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീയൻ ആശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോ നീ എന്റെ ആശ്വാസധാരയായി വന്നു. ആമേൻ. അവന്റെ സ്നേഹം മാറുന്നില്ല, അവന്റെ വിശ്വസ്തത മാറുന്നില്ല. അതുകൊണ്ട് കർത്താവിനുള്ള സന്തോഷം ആമേൻ സ്ഥിരമായി നിൽക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ ഇടയാകുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവം ചോദിക്കുന്നു, നിന്റെ സന്തോഷത്തിന്റെ ഉറവിടം എന്താണ്? പ്രൈസ് ദി ലോർഡ്. നിന്റെ സന്തോഷത്തിന്റെ ഉറവിടം എന്താ? ഹല്ലേലൂയ. സന്തോഷം ശത്രു മോഷ്ടിക്കുന്ന ആമേൻ ഹല്ലേലൂയ വിധങ്ങളുണ്ട്. ഹല്ലേലൂയ. ശത്രു സന്തോഷം മോഷ്ടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സന്തോഷത്തെ ശത്രു അടിച്ചോണ്ട് പോകുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. ആമേൻ. കുറ്റബോധം കൊണ്ട്, ഭയം കൊണ്ട്, ഭാവിയെ കുറിച്ചുള്ള ആശങ്ക കൊണ്ട്. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം. കുറ്റബോധം കൊണ്ട്, ഭയം കൊണ്ട്, നിരാശ കൊണ്ട്, താരതമ്യം കൊണ്ട്, ഭാവിയെ കുറിച്ചുള്ള ആശങ്ക കൊണ്ട്. ആമേൻ. നമ്മുടെ സന്തോഷത്തെ ആമേൻ ദുഷ്ടൻ അടിച്ചോണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാവിയെ കുറിച്ചുള്ള ആശങ്ക. ഹല്ലേലൂയ. ആമേൻ. ചിലരെ താരതമ്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലര് നിരാശ. ഹല്ലേലൂയ. ഭയം, കുറ്റബോധം. ഹല്ലേലൂയ. പ്രിയരെ ശ്രദ്ധിച്ച് കേൾക്കണേ. സന്തോഷം ഒരു വികാരമല്ല. ആമേൻ. ഹല്ലേലൂയ. അത് ഒരു ആത്മീയ ശക്തിയാണ്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ സന്തോഷം പോയാൽ നിന്റെ ശക്തിയും പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ നിന്റെ സന്തോഷത്തെ കവർന്നെടുക്കുവാൻ ദുഷ്ടൻ പദ്ധതിയുമായി കടന്നു വരുമ്പോൾ ആ പദ്ധതിയെ അസാധുവാക്കിക്കൊണ്ട് ദൈവിക പദ്ധതിയുടെ ഭാഗമായി സന്തോഷത്തോടെ കാൽച്ചുവടുകളെ മുമ്പോട്ട് വെക്കുവാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നിന്നെ ശക്തീകരിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ അതേ ഒരു വിടുതൽ ആമേൻ നിന്റെ ജീവിതത്തിൽ ദൈവം അയക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തെ കവർന്നെടുത്ത അല്ലെങ്കിൽ സന്തോഷത്തെ മോഷ്ടിച്ച ചില ബന്ധനങ്ങൾ ആമേൻ ഇന്ന് ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദുഃഖത്തിന്റെ ആത്മാവിൽ നിന്ന് ഇന്ന് ചിലര് ദുഃഖിച്ചിരിക്കുകയാണ്. ആമേൻ. സന്തോഷിക്കണമെന്ന് ആഗ്രഹിച്ച് പുറപ്പെട്ടതാ, പക്ഷേ സന്തോഷിക്കുവാൻ കഴിയാതെ ദുഃഖിച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. ദുഃഖത്തിന്റെ ആത്മാവിൽ നിന്ന്. ഹല്ലേലൂയ. നിരാശയുടെ ചങ്ങലയിൽ നിന്ന്. ആമേൻ. ദുഃഖം അനേകരെ നിരാശയിലേക്ക്. ആമേൻ. നോക്കണേ. ദുഃഖത്തിന്റെ ആത്മാവ് നിരാശയുടെ ചങ്ങലയ്ക്കകത്ത് ആമേൻ ബന്ധിച്ച് ഒരു മൂലയിൽ ഒതുക്കുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദുഃഖത്തിന്റെ ആത്മാവിൽ നിന്ന്, നിരാശയുടെ ചങ്ങലയിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ആത്മീയ ആ സന്തോഷത്തിൽ നിന്ന് ആമേൻ എനിക്കൊന്നും നടക്കില്ല ആമേൻ എന്ന ചിന്തയിൽ നിന്ന് ഹല്ലേലൂയ
അല്ല, എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റത്തില്ല, ആമേൻ, എന്നെ കൊണ്ട് ഇനി ഒന്നും സാധ്യമല്ല, എനിക്കിനി സന്തോഷിക്കുവാൻ കഴിയത്തില്ല എന്നൊക്കെ ചിന്തിപ്പിച്ച് മൂലയിൽ ഒതുക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിന്റെ സന്തോഷം ശത്രുവിന് കൈവശം വെച്ചിരിക്കുവാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് ആ ബന്ധനം ഞാൻ പൊട്ടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ചില വിടുതലുകൾ ദൈവം അയക്കുകയാണ്. ആ നിരാശയ്ക്കകത്ത്, ഹല്ലേലൂയ, ആ ചങ്ങലയ്ക്കകത്ത്, ആ ദുഃഖത്തിന്റെ ആത്മാവ്, ആമേൻ, നിരാശയുടെ ചങ്ങലയ്ക്കകത്ത് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് സ്വർഗം ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഒരു വിടുതൽ അവൻ സ്വർഗം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്, ആമേൻ, സൗഖ്യമാണ്. ഹല്ലേലൂയ. സന്തോഷം നഷ്ടപ്പെട്ട ഹൃദയത്തിന്, ആമേൻ, അഥവാ സന്തോഷം പോയ ആ ഹൃദയത്തിന്റെ ലക്ഷണങ്ങൾ, ഹല്ലേലൂയ, എന്താണെന്നറിയോ? സന്തോഷം നഷ്ടപ്പെട്ട ഹൃദയത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ സന്തോഷം പോയ ഹൃദയത്തിന്റെ ലക്ഷണങ്ങൾ, ഹല്ലേലൂയ, എളുപ്പത്തിൽ വിഷമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നിസാര കാര്യം ഉണ്ടായാൽ മതി, എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നു? വിഷമിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവിക താല്പര്യം കുറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന, വചന ശുശ്രൂഷ, ആരാധന, കൂട്ടായ്മ, ഇതിനോടെയൊക്കെയുള്ള താല്പര്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിപ്പാൻ, ഹല്ലേലൂയ, താല്പര്യമില്ലാതെ പ്രാർത്ഥനയില്ലാതാകും. ഹല്ലേലൂയ. ജീവിതത്തിൽ, ആമേൻ, ഒരു, ആമേൻ, ഉന്മേഷമില്ല, ജീവിതത്തിൽ ഒരു സംതൃപ്തിയില്ല, ജീവിതത്തിന് ഒരർത്ഥമില്ല, ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല. ആമേൻ. ഇതാണ്, ആമേൻ, സന്തോഷം നഷ്ടപ്പെട്ട ഹൃദയത്തിന്റെ, അല്ലെങ്കിൽ സന്തോഷം, ആമേൻ, പോയ ഹൃദയത്തിന്റെ അവസ്ഥ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് കർത്താവ് നിന്റെ ഹൃദയത്തെ പുതിയ സന്തോഷത്തോടെ നിറയ്ക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം സന്തോഷത്തിന്റെ മരുന്നാണ്. അതുകൊണ്ട്, ആമേൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ആർക്ക് കഴിയും? അവർ നിരാശയിൽ നിന്ന്, ആമേൻ, ആ വല്ലാത്ത ആ സാഹചര്യത്തിൽ നിന്ന്, ഹല്ലേലൂയ, സമാധാനപരമായ, സന്തോഷകരമായ, ആരോഗ്യകരമായ അനുഭവത്തിലേക്ക് ഉയർന്നു വരുവാൻ ഇടയായി. ഹല്ലേലൂയ, ആമേൻ. അതേ, വിടുവിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, സൗഖ്യമാക്കുന്ന കർത്താവ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരെ, ആമേൻ, സന്തോഷത്തിന്റെ അതിശയിലേക്ക് തിരിക്കുവാൻ പോകുകയാണ്. ആമേൻ. അതിനെന്താ സംഭവിക്കേണ്ടതെന്നറിയാമോ? മനസ്സാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ, ആമേൻ. സന്തോഷം തിരികെ വരാൻ, ഹല്ലേലൂയ, ഒരു തീരുമാനം വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പന്റെ ഇളയ മകൻ, ആമേൻ, ആ മൂർത്തപുത്രനൊക്കെ വിശേഷിപ്പിക്കുന്ന ആ മകൻ ഇപ്പോ ദുഃഖിതനായി, നിരാശനായി, ആമേൻ, വേണ്ടും പോലെ ആഹാരമോ വസ്ത്രമോ സാഹചര്യങ്ങളോ ഒന്നുമില്ലാതായിരിക്കുന്ന സമയത്ത് അവനൊരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. ആ തീരുമാനം അവനെ വലിയ സന്തോഷത്തിലേക്ക് എത്തിക്കുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. ഈ സന്ദേശത്തിന്റെ പര്യവസാനത്തിൽ എത്ര പേർ തീരുമാനമെടുക്കും? ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ നിരാശ മാറി, നിന്റെ ദുഃഖം മാറി, നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞ്, ആമേൻ, നീ പ്രതീക്ഷിക്കുന്നതിലും നീ നനയ്ക്കുന്നതിലും അധികം സന്തോഷത്തിലേക്ക് സ്വർഗം നിന്നെ ഇന്ന് രാത്രി അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അതേ, ഒരു തീരുമാനം, ആമേൻ, ഇന്ന് രാത്രി ആരെടുക്കും? അതേ, സന്തോഷം തിരികെ വരികയാണ്, സമാധാനം തിരികെ വരികയാണ്, ആരോഗ്യം തിരികെ വരികയാണ്. സാഹചര്യത്തിൽ നിന്ന് മാറി കർത്താവിലേക്ക് തിരിയുക, സാഹചര്യത്തിൽ നിന്ന് മാറി കർത്താവിലേക്ക് തിരിയുക. ഇന്ന് കർത്താവ് നിന്നെ വിളിക്കുന്നു, മകനെ, മകളെ, നിന്റെ സന്തോഷം, ഹല്ലേലൂയ, ആമേൻ, എന്നിൽ, ആമേൻ, ഹല്ലേലൂയ, അതേ, നിനക്ക് അനുഭവിപ്പാൻ ഇടയാകും. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥ സമയം, ഇതാണ് യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്കുള്ള തിരിയുവാനുള്ള സമയം, ഇതാണ് മാനസാന്തരത്തിന്റെ അനുഭവം. യഥാർത്ഥ മാനസാന്തരം ജീവിതത്തിൽ ഉണ്ടായാൽ നഷ്ടപ്പെട്ട സന്തോഷം, ഹല്ലേലൂയ, ആ രക്ഷയുടെ സന്തോഷം, അതേ, ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്ന ദാവീദിനെ പോലെ ഇന്നലകളിൽ ദുഷ്ടൻ കവർന്നെടുത്ത ആരോഗ്യം, ദുഷ്ടൻ കവർന്നെടുത്ത സന്തോഷം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ തിരികെ പ്രാപിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ
ജീവിതത്തിൽ തീരുമാനത്തിൽ ആമേൻ പ്രതിഷ്ഠയിൽ ആയിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ആ നഷ്ടപ്പെട്ട സമാധാനം തിരികെ വരികയാണ്. നഷ്ടപ്പെട്ട ആരോഗ്യം തിരികെ വരികയാണ്. നഷ്ടപ്പെട്ട ഹല്ലേലൂയ ആ നന്മകൾ തിരികെ വരികയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. മകനേ മകളെ, നിന്റെ സന്തോഷം ഹല്ലേലൂയ എന്നിലാണ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് യഥാർത്ഥ മനസ്സാണ്. അതെ, അങ്ങനെ ആയിരിക്കുന്ന വ്യക്തിക്ക് ആമേൻ നിത്യനിത്യമായ ഒരു ജീവിതം. ഹല്ലേലൂയ. ആമേൻ. അതെ, നിത്യനിത്യമായ ജീവിതം എന്ന് പറയുമ്പോ അവസാനമില്ലാത്ത സന്തോഷമെന്ന. ഹല്ലേലൂയ. കേവലം 3 മിനിറ്റ് കൊണ്ട് അല്ലെ 3.5 മണിക്കൂർ കൊണ്ട് അല്ല, ആമേൻ, ഒരു ദിവസം കൊണ്ട്, ഹല്ലേലൂയ, 3 ദിവസം കൊണ്ട്, 7 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 21 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 40 ദിവസം കൊണ്ട് പര്യവസാനിക്കുന്ന ഒരു സന്തോഷമല്ല. നിത്യത വരെ നിലനിൽക്കുന്ന, നിത്യതയിലും അനുഭവിക്കുന്ന സന്തോഷത്തെ കുറിച്ച് ഇന്ന് രാത്രി ആമേൻ ഞാൻ പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സന്തോഷം താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം ഹല്ലേലൂയ ക്ഷണികമാണ്, അത് താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 6 അടി മണ്ണ് കൊണ്ട് അവസാനിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം. ഹല്ലേലൂയ. ആമേൻ. കോടതി കൊണ്ട് പര്യവസാനിക്കുന്നതാണ് ചിലരുടെ ആമേൻ ഭാര്യ ഭർത്ത ബന്ധം. ഹല്ലേലൂയ. എന്നാൽ നിത്യത വരെ നിലനിൽക്കുന്ന ആമേൻ സന്തോഷം, നിത്യതയിലും അനുഭവിക്കുവാൻ കഴിയുന്ന സന്തോഷം ഇന്ന് രാത്രി ആമേൻ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ അതേ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞോട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ ജയിലിലായിരിക്കുമ്പോഴും എന്റെ കൈകൾ ബന്ധനത്തിലായിരിക്കുമ്പോഴും ഞാൻ കരയുകയല്ല, ഞാൻ ഭയപ്പെടുകയല്ല, ഞാൻ സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രശ്നമില്ലാതെയില്ല, പ്രതികൂലങ്ങളില്ലാതെയില്ല, പോരാട്ടമില്ലാതെയില്ല. ഇതൊക്കെ ഉള്ളപ്പോഴും സന്തോഷിക്കുവാൻ ഒരു ഭക്തനെ അതേ ബലപ്പെടുത്തുന്ന ദൈവം ഇന്ന് രാത്രി അതേ നിന്നെ ശക്തീകരിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ചില രോഗികൾ ഇന്ന് രാത്രി അസ്വസ്ഥതയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവിക ശക്തി ആ മൺകൂടാരത്തിൽ അയച്ച് നിന്നെ ബലപ്പെടുത്തുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിന്റെ ദുഃഖത്തെ, നിന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ ശക്തിയുള്ള വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന റൂമിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ മൗനമായി ഇരിക്കാതെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ. 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 ഈ ലോകത്തിലെ സന്തോഷം താൽക്കാലികമാണ്. ഹല്ലേലൂയ. കർത്താവിലുള്ള സന്തോഷം നിത്യമാണ്, അത് നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗം ദുഃഖമില്ലാത്ത സ്ഥലമാണ്. കണ്ണുനീരില്ലാത്ത സ്ഥലമാ. ആമേൻ. പൂർണ്ണ സന്തോഷത്തിന്റെ സ്ഥലമാ. സ്തോത്രം. കർത്താവിൽ സന്തോഷിക്കുന്നവർ നിത്യ ആമേൻ ജീവിതത്തിന് തയ്യാറാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ നിത്യ ജീവിതത്തിനായി തയ്യാറായവരാണ്. ഹല്ലേലൂയ. നാളിതുവരെ ആമേൻ ഈ സന്തോഷം അനുഭവിപ്പാൻ ആമേൻ കഴിഞ്ഞിട്ടില്ല. ഈ സന്തോഷം അനുഭവിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആമേൻ. ഹല്ലേലൂയ. അവർക്ക് സാഹചര്യം എത്ര മോശമായിരുന്നാലും, സിറ്റുവേഷൻ എത്ര തന്നെ മോശമായാലും, ഹല്ലേലൂയ, കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ആമേൻ സന്തോഷിക്കുവാൻ കഴിയും. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, സന്തോഷിക്കുവാൻ ആമേൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിന്നെ ബലഹീനമാക്കുന്ന, നിന്നെ രോഗിയാക്കുന്ന, നിന്നെ നിരാശയാക്കുന്ന, ആമേൻ നിന്നെ ദുഃഖത്തിലും ആമേൻ കണ്ണുനീരിലും ആമേൻ ഒതുക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ പദ്ധതിയെ പൊളിച്ച് ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഹല്ലേലൂയ ആമേൻ ചിറകടിച്ചുയരുവാൻ നിന്നെ പ്രാപ്തിയുള്ളതാക്കി മാറ്റുന്ന ആ ഉയരത്തിലെ അഭിഷേകം ഇന്ന് രാത്രി നിന്റെ മേൽ വീഴുവാനിടയാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, നീ ദുഃഖത്തോടെ ഇരുന്ന രാത്രികൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സന്തോഷം ഞാൻ തിരികെ തരുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞത് സ്വീകരിക്കുവാൻ തയ്യാറാകും?
നീ ദുഃഖത്തോടെ ഇരുന്ന രാത്രികൾ, ഹല്ലേലൂയ, ആരോഗ്യമുണ്ടെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ദുഃഖിച്ചിരിക്കുന്ന ഹല്ലേലൂയ സമയങ്ങൾ, ആമേൻ, ആ ദൈവവൈതലേ, അത് എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് കർത്താവ് ഇന്ന് രാത്രി ചിലരോട് പറയുന്നു. ഹല്ലേലൂയ. അവരോടായി കർത്താവ് പറയുകയാണ്, നിന്റെ സന്തോഷം ഞാൻ തിരികെ തരുന്നു. ഹല്ലേലൂയ. ആമേൻ. ചിലരുടെ നിരാശ മാറുകയാ. ആമേൻ. ഹല്ലേലൂയ. ഓ, നിരാശ മാറും. ആമേൻ. ഭാരം ഒഴിയും. ആമേൻ. ആത്മാവ് പുതുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇനി നീ സാഹചര്യത്തിലല്ല, എന്നിൽ സന്തോഷിക്കുന്നവനാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാഹചര്യത്തിലല്ല, എന്നിൽ സന്തോഷിക്കുന്നവനാകും. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു. ഹല്ലേലൂയ. ഓ, എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവിക ശക്തി എന്റെ മൺകൂടാരത്തിൽ വെളിപ്പെടുമ്പോ, ആമേൻ, ഞാൻ സകലത്തിനും ശക്തനായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യത്തിലല്ല, ആമേൻ, ഹല്ലേലൂയ, എന്നിൽ സന്തോഷിക്കുവാനാകും. ഇതാണ് കർത്താവിന്റെ വചനം. ഇന്ന് രാത്രി ഈ വചനം നിങ്ങളെ, ആമേൻ, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു മാനസാന്തരം, ഒരു മനംതിരിവ്, ഹല്ലേലൂയ, ഒരു വിടുതൽ, ഒരു സൗഖ്യം, ഹല്ലേലൂയ, ഇന്ന് രാത്രി സ്വർഗ്ഗം അയച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും, ആമേൻ, ഞങ്ങളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ ആ സാന്നിധ്യത്തിൽ, ഹല്ലേലൂയ, ഞങ്ങളുടെ സന്തോഷം, ആമേൻ, ഹല്ലേലൂയ, കർത്താവെ പുതുക്കണമേ, സന്തോഷം അനുഭവിപ്പാൻ ഇടയാക്കണമേ, ദുഃഖം മാറ്റി ആനന്ദത്തിന്റെ എണ്ണ കർത്താവെ പുരട്ടണമേ. ഇന്ന് ഞങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവാൻ ഇടയാകട്ടെ കർത്താവേ. ആരൊക്കെ ഏതൊക്കെ വിഷയത്തിൽ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടായിരിക്കുന്നുവോ, സകലവത്തെയും കവിയുന്ന ദൈവിക സമാധാനവും സന്തോഷവും എല്ലാവരെയും നിറയ്ക്കണമേ. ആദ്യോടെ പരിശുദ്ധാത്മാവ് ദൈവം കൂടെയിരിക്കും. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടത്തേക്ക് അർപ്പിക്കുകയാണ്. മഹത്വമെല്ലാം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനകർത്തനായ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സാഹചര്യം മാറിയാലും കർത്താവ് മാറുന്നില്ല. അതുകൊണ്ട് ആമേൻ, കർത്താവിൽ സന്തോഷം എപ്പോഴും, ആമേൻ, നിലനിൽക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടെവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. Amen.